നിങ്ങളുടെ മൂന്നാൾക്ക് പോട്ടെ, നിങ്ങൾ വേണ്ട, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ഇവിടെ ഒരു സ്ട്രോക്ക് വന്നു, ഒരു അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അംജോദ് വന്ന് വണ്ടിക്ക് ഒരു മേജർ ആക്സിഡന്റ് വന്നു, എവിടേക്കാ കൊണ്ടുപോകണ്ടേ പറ? ഞാനിപ്പോ വരുന്നത് ഫസ്റ്റ് ന്യൂറോ മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ്. വീട്ടിൽ പോകുന്ന വഴിയാണ്. ഫൈസൽ എന്റെ സുഹൃത്താണ് വിളിച്ചുകൊണ്ട് ഇതുവഴി വന്നത്. എന്റെ പേര് പ്രകാശ്, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. 11 ദിവസമായിട്ട് മാംഗ്ലൂർ ഫസ്റ്റ് ന്യൂറോ ICUന്റെ ഫ്രണ്ടിലാണ്. കാസർഗോഡ് നിന്നുള്ള 3 ഡെത്ത് ഞാൻ കണ്ടു. പേര് വേണമെങ്കിൽ പറഞ്ഞുതരാം. പെരിയയിലുള്ള ജാനകി അമ്മ, അങ്കക്കളരി തിരുവക്കോളിയിലുള്ള മുസ്തഫ, പിന്നെ ഒരാളുടെ പേര് എനിക്കറിയില്ല. എന്റെ അമ്മ ഇപ്പോഴും ICUലാണ്. ഇന്ന് രാവിലെ കിട്ടിയ 2 ലക്ഷം അടക്കം ഞാൻ കിട്ടിയ രൂപ 13,33,000 രൂപ. ഇനി 2 ലക്ഷം കെട്ടാൻ ബാക്കിയുണ്ട്. നിങ്ങളോട് ചോദിക്കണേ, നിങ്ങളുടെ ഒരാൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക്, നിങ്ങളുടെ 3 സ്ഥാനാർത്ഥികളുടെ ഒരാൾക്ക് അറ്റാക്കോ സ്ട്രോക്കോ ആക്സിഡന്റോ വന്നു കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ കൊണ്ടുപോകും? നിങ്ങളുടെ ആരോഗ്യമന്ത്രി ആദ്യമായിട്ട് കാസർഗോഡ് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിന് ഒരു തലകറക്കം വന്നു, ദേഹാസ്വാസ്ഥം, അറ്റാക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ജില്ലയിൽ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. കൂടെ ആംബുലൻസ് ഉണ്ട്, പോലീസ് എസ്കോർട്ട് ഉണ്ട്. അതുപോലെയല്ല ഇവിടുത്തെ സാധാരണക്കാരന് ഒരു ആംബുലൻസ് കിട്ടണമെങ്കിൽ കുറെ സമയമെടുക്കും. ഇവിടുത്തെ സാധാരണക്കാരനെ ആകെ കൊണ്ടുപോവാ. എന്റെ അമ്മയെ ആറാട്ടുകട എന്റെ വീട് പാർട്ടി ഗ്രാമ ചോദിച്ചറിയപ്പോ ആരുടെ കസ്തൂരി ബാലനുള്ള എന്റെ പെങ്ങളാ അവിടുത്തെ CPMന്റെ വാർഡ് മെമ്പർ. അവിടുന്ന് പാലക്കുന്ന് അവിടെ രാജഭവന് ക്ലിനിക്ക് കൊണ്ടുപോയി. അവിടുന്ന് നേരെ ജനാർദ്ദന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് CT ചെയ്തപ്പോ പറഞ്ഞു ബ്രെയിനിൽ ബ്ലീഡാ, എമർജൻസി ട്രീറ്റ്മെന്റ് വേണം, എമർജൻസി സർജറി. വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ് പ്രകാശൻ ഉയർത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാനലിൽ ഇരുന്ന ആൾ, അവരുടെ പേര് PP ദിവ്യയാന്ന് തോന്നുന്നു. PP ദിവ്യ ആണെങ്കിൽ എല്ലാവർക്കും അറിയാലോ PP ദിവ്യ എങ്ങനെയാണ് ജയിലിൽ പോയതും എന്തിനാണ് പോയതും. എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിന്ന്, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്, അവിടുത്തെ ഒരു മെമ്പറും കൂടിയാണ്. അവരുടെ അമ്മയുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ എന്തായിരിക്കും? ഇതൊരു പാർട്ടിയെ മാത്രം വെച്ച് പറയുകയല്ല. ഇലക്ഷൻ വരുമോ, നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ വോട്ട് ചെയ്യുക. ഇവിടെ രാഷ്ട്രീയം നോക്കണ്ട, അത് കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ BJP ആണോ, അങ്ങനെയൊന്നും നോക്കണ്ട. നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ആരെ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. അതിനകത്ത് രാഷ്ട്രീയം നോക്കണ്ട. കമ്മ്യൂണിസ്റ്റോ BJP കോൺഗ്രസോ കലിയൊലി, നല്ല പോലെ ആ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യുക.